അപ്പോൾ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ വന്നിട്ട്, ഒരു പുതിയ അമ്പലത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു അമ്പലമാണേ. ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ഉറി കിട്ടുക, ഉറി നിറയ്ക്കുക, ഉറി കിട്ടുക എന്നൊക്കെയാട്ടോ. അതെയോ? ആ, ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ മുൻവശത്ത് ഇറങ്ങി ഇപ്പം കണ്ട കാഴ്ചയാണേ. ഇവിടെ ഇത് പ്ലാവാണ്, ഇത് ചക്കയൊക്കെ കായ്ച്ചു കിടക്കുന്നു. ഇതൊരു മാവുണ്ട്, ആലുണ്ട്, 3 മരങ്ങളും കൂടെ ഒന്നിച്ച ഒരു തറയിൽ ആത്മാവ് ഇതുണ്ട്. അങ്ങനെയാണ് പറയുന്നതിന്, ആലും മാവും നിൽക്കുന്ന ആത്മാവ്. ഓക്കെ. പപ്പയുണ്ടെന്ന് പതിവില്ലാതെ കൂടെ ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവാടം. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതെ, അപ്പോനാണെങ്കിൽ അവിടെ വണ്ടി തണലത്ത് കൊണ്ടുപോയി ഒതുക്കിയിടാൻ പോയതാണ്. പിന്നെ ഈ അമ്പലത്തിലേക്ക് കയറും. ഇന്ന് ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട്. ആ വഴിപാടൊന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പം ഇതിന്ന് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മുമ്പിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത്യാവശ്യം അതിനകത്ത് കയറിയിട്ട് പിന്നെ വീഡിയോ എടുക്കാമെങ്കിൽ എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചുറ്റുപാടും പ്രദേശങ്ങളൊക്കെ ആദ്യമായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് ഈ പരിസരം, ഞങ്ങൾ വന്ന വഴി അതാണ്. അതിലെയാണ് വന്നത്. എന്താ തണലത്ത് കൊണ്ടുപോയി ചെറുക്കം വണ്ടി ഓടിക്കാം. അവന് ഭയങ്കര ജലദോഷം, തുമ്മൽ. ഇന്നലെ വെളുപ്പാങ്കാലത്ത്, ഇന്നലെ ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വെളുപ്പിന് മഞ്ഞും തണുപ്പൊക്കെ അടിച്ച് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുക്കിന് ഭയങ്കരമായിട്ട് തുമ്മൽ, ജലദോഷം, തൊണ്ടവേദനയൊക്കെ പിടിച്ചു. ഇനി തിരിച്ചു പോകുമ്പോൾ മരുന്ന് വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും കേട്ടോ. ഈ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം എവിടെയാണെന്ന് ചോദിച്ചാൽ പന്തളത്ത് സ്ഥലപ്പരി പിള്ളേരോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇത് കണ്ടോ, നട കണ്ടോ, മണിയടിക്കുന്നുണ്ട്. സമയം പോയിന്ന് തോന്നുന്നു. ഞങ്ങൾ 10 ഇവിടെ എത്തിയപ്പം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു വഴിപാട് ചെയ്യാനുണ്ട്, ഉറി നിറയ്ക്കലെന്ന് പറഞ്ഞ വഴിപാട് ചെയ്യാനുണ്ട്. അപ്പം അതിന് സമയം കഴിഞ്ഞു പോയോ, നട അടച്ചോന്നറിയാം. മോൾ ആദ്യമേ തന്നെ കയറിപ്പോയി കേട്ടോ അമ്പലത്തിലേക്ക്. ആദ്യമായിട്ട് വന്നതാണ്, അതുകൊണ്ട് എല്ലാം അവിടെ ഒന്ന് കണ്ടു കേട്ട് ഒരു വഴിപാടും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതുണ്ട് ഉള്ളനാട്. അത് തന്നെ, ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എല്ലാ മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉറി വഴിപാട്. കണ്ടോ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഞാൻ വായിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് ഭഗവാനെ തൊഴുത് വരാം കേട്ടോ. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുമെന്ന് അറിയില്ല, എങ്കിലും കണ്ടോ, ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. അപ്പോൾ അകത്തുനിന്ന് കയറിപ്പോയി നോക്കട്ടെ. വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഉറി കെട്ടി തൂക്കിയേക്കുന്ന കണ്ടോ, കാണാമോ? എനിക്കിവിടെ നിന്നാൽ കാണാം കേട്ടോ. അതാണ് ഉറി വഴിപാട്. എത്ര? പൂജ അത് കാണണമെങ്കിൽ ഞാനുണ്ടല്ലോ. ഇവിടെ തൊഴ, നാഗങ്ങളുടെ അവിടെ തൊഴ. അമ്മച്ചി ഇവിടെ നിന്ന് തൊഴണേ.
നടക്കില്ല. ഒന്നും നടക്കില്ല. ഇത് അടിപൊളി. ഈ എൻ്റെ ഒരു മോഡൽ അതുകൊണ്ട് ബാ അപ്പോൾ താഴേന്ന് കയറി വന്നപ്പം അമ്പലം അടയ്ക്കാനുള്ള ഒരു തിരക്കിലായിരുന്നേ, സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉറി നടക്കുന്ന വഴിപാടൊക്കെ പെട്ടെന്ന് ഓടി ചെന്ന് ചെയ്തു, ചീട്ടെടുത്തു, ഉറി നടക്കുന്ന വഴിപാടും ചെയ്തു. ഞങ്ങൾ പുറത്തിറങ്ങി, അപ്പോഴത്തേനും അമ്പലം അടച്ചു, സമയം കഴിഞ്ഞ് പോയായിരുന്നേ. അപ്പം തുറന്ന് കിടക്കുന്ന ഒരു സമയത്ത് വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് നടന്ന് കാണിച്ചു തരാം. പിന്നെ കുറച്ചൊക്കെ ഞങ്ങളല്ലാതെ കൊച്ചുങ്ങളെടുത്തിരിക്കുന്ന വീഡിയോയൊക്കെ അല്പം ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഉറി നിറയ്ക്കൽ വഴിപാട് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണിത്. ഇതിനകത്ത് വെണ്ണ നിറയ്ക്കാം, അവല് നിറയ്ക്കാം, പഞ്ചസാര നിറയ്ക്കാം. അങ്ങനെ ഇതെല്ലാം ഓരോ വ്യക്തികളും ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് നിറച്ചിരിക്കുന്നതാണേ. ഉറി നിറച്ച് വഴിപാട് നടത്തിയിരിക്കുന്നതാണ്. ഇത് ഒരു വശം ഞാൻ ചുറ്റി വന്നൊന്ന് കാണിച്ചു തരാവേ. അപ്പം ജസ്റ്റ് എല്ലാം കഴിഞ്ഞു, അമ്പലം അടച്ചു. അപ്പോൾ ഇനി അത് കാരണം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, ഇതൊരു വാർപ്പിരിക്കുന്നുണ്ടോ, എന്നാ ഭയങ്കര വാർപ്പാന്ന് നോക്കി. പായസം വെക്കുന്നതും ചോറ് വെക്കുന്നതും ഒക്കെയാണേ. ഇത് കണ്ടോ, ഉറികൾ കണ്ടോ, ഉറി നിറച്ചിരിക്കുന്ന, ഉറി നിറച്ച് കെട്ടി തൂക്കുന്നത്. ഇതാണ് ഉണ്ണിക്കണ്ണന് വെണ്ണ നിറയ്ക്കുന്ന വഴിപാട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. അതുകൊണ്ട് ഇതൊന്ന് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പോയി അതെൻ്റെ മോനാട്ടോ പോണേ. മോൻ്റെ പേരിൽ അവലും പഞ്ചസാരയും നിറച്ചു, മരുമോക്കയുടെ പേരിൽ പഞ്ചസാര മാത്രം ഉറി നിറച്ച് ഞങ്ങൾ കെട്ടി. ഒരു മണിയെടുത്ത് ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ ബാഗ് ഇപ്പം ചാടിപ്പോയേനെ. കണ്ടോ, കാണിച്ചു തരാവേ. അപ്പോൾ ജസ്റ്റ് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റും. ഉൾവശം കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഞങ്ങൾ. ഉൾവശം കുറച്ചും കൂടെ കാണിച്ചു തരാം കേട്ടോ. കൊച്ചിങ്ങ് നോക്കിയാടി മോള്, ആ നിൽക്കുന്ന മകനും മരുമകളും കണ്ടോ. ഈ കൊച്ചാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ വഴിപാടൊക്കെ നടത്തി തന്നെ. ഇവിടെ പന്തളത്ത് കല്യാണം കഴിച്ച് വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്പലത്തിലൊക്കെ വരാനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് സമാധാനത്തോടെ പോകാനും ഒക്കെ സാധിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടോ, ഈ ഒരു ഭാഗം ഇവിടെ കൊണ്ട് തീർന്നേ. ഇനി ഇതേ അവിടെ തുടങ്ങുന്നു. ഇത് കണ്ടോ, ഇനി അവിടെ നിന്നാണ് ഊറി കെട്ടിയേക്കുന്നുണ്ട്. എന്തുമാത്രം വഴിപാടുകളാണെന്നറിയാമോ. കണ്ടോ, ഇത് ഗേറ്റാണോ കൊച്ച? ഇത് പുറത്തേക്ക് കിടക്കാനുള്ള ഗേറ്റല്ലേ? ഇത് പുറത്തേക്ക് പോകാനുള്ളതാണെന്ന് തോന്നുന്നു ഇല്ലേ? ഇങ്ങനെ എടുക്കട്ടെ.
ഇത് കണ്ടോ, ഉറിയെല്ലാം ശരിയാക്കി ഉറിയിൽ വെക്കാനുള്ള കലം. ഇത് ഉറിയോട് കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചീട്ടെടുത്ത് കഴിയുമ്പം ഇതുപോലെ ഓരോ ഉറി ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് തരും. അത് നമ്മൾ നിറച്ച് കാണിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയല്ലേ ഇത് കാണാനൊക്കെ, നല്ലൊരു ഐശ്വര്യം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. കണ്ടോ, ഓരോരുത്തരും നിറച്ച് കിട്ടിയിരിക്കുന്നതാണ്. ഇത് ഇവിടെ കണ്ടോ, എന്തുമാത്രം ഉറിയ കിട്ടിയേക്കുന്നതെന്ന് നോക്കിയേ. ഓരോ വ്യക്തികളും വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ച് കണ്ണനെ കണ്ട് കണ്ണൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇത് കാണേണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. ഇവിടെയും വെച്ചിട്ടുണ്ട് കലങ്ങൾ. ഇതും ഓരോരോ കലങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഉണ്ടോ, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവരത് ഉറിയിലാക്കി നമുക്ക് തരും. ഇത് ഓരോ വ്യക്തികൾക്കും വേണ്ടി ഓരോ ഉറി വഴിപാട് കഴിച്ച് കെട്ടിയിരിക്കുന്ന കേട്ടോ. അങ്ങ് അറ്റം വരെയുണ്ട് ഇത് കണ്ടോ. കൃഷ്ണതീർത്ഥ മണ്ഡലം അല്ല, കൃഷ്ണതീർത്ഥ മണ്ഡപം കണ്ടോ. ഈ കൃഷ്ണതീർത്ഥ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം കാണിച്ചു തരാവേ. ഇത് വഴിപാട് കൗണ്ടറാണ് ഇവിടെ. ഇത് ഉളനാട്ടെന്ന് എഴുതിയേക്കുന്ന, പറയുമ്പോൾ ഉള്ളനാട്ടെന്ന് പറയും, ദേവീക്ഷേത്രം എന്ന് പറയും കണ്ടോ. തീർത്ഥക്കുളം കാണിച്ചു തരാവേ. തീർത്ഥക്കുളം കണ്ടോ. ഇതിനകത്ത് പൈസയൊക്കെ ഇടും. തീർത്ഥക്കുളത്തിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൃഷ്ണൻ്റെ നാമത്തിൽ പൈസ ഇടുന്നൊരു സ്ഥലം കേട്ടോ. കണ്ടോ, കൃഷ്ണൻ്റെ ഫോട്ടോകളും കൃഷ്ണപ്രസാദം അന്നദാന മണ്ഡപം. അത് അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കണ്ടോ, ഇത്രയെല്ലാം വിശദമായിട്ട് കാണിക്കാൻ പറ്റി. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നിൽക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു കേട്ടോ. കണ്ടോ, ഞാൻ കണ്ടതുപോലെയും എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഒന്ന് കാണിക്കാനും പറ്റിയല്ലോ. കണ്ടോ, ഇതെല്ലാം മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് എല്ലാ വഴിപാടുകളൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. അമ്പലത്തിൽ എത്രയോ മനുഷ്യരും ഇന്ന് രാവിലെ തൊഴാൻ വന്ന ആ മുഴുവൻ മനുഷ്യരും പോയി, അമ്പലവും അടച്ചു. ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കണ്ടോ, ഇവിടെ ഒരൊറ്റ വണ്ടി പോലും ഇല്ല, എല്ലാം പോയി.
അപ്പോൾ ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വല്ലപ്പോഴും വരുന്നവരല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ ഈ രാവിലെ വന്നു തൊഴുതു പോകുന്നവരൊക്കെയാണ്. ഞങ്ങൾ വല്ലപ്പോഴും വരുന്നവരായതുകൊണ്ട് ഞങ്ങൾ ഇത്ര സമയം ഇവിടെ ചിലവഴിച്ചേ. അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു.